ഗൈസ് നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഞാനിപ്പോ ഇന്ന് വന്നിരിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ബബ്ബബ്ബ മൂവി FDFS കണ്ടു ഞാൻ. അപ്പൊ അതിന്റെ റിവ്യൂ പറയാനാണ്. റിവ്യൂ എന്ന് പറഞ്ഞാൽ മറ്റേ ഷാസും കോക്കും കാശൊക്കെ വാങ്ങി പൊക്കി പടം ഊമ്പി പടം നല്ലതെന്നും അല്ലെങ്കിൽ പന്നപ്പടം നല്ലതെന്നും അല്ലെങ്കിൽ നല്ല പടം പന്നലെന്നും പറയുന്ന റിവ്യൂ അല്ല. നിങ്ങളെ പോലെ ഒരു സാധാരണക്കാരെ ഒരു 160 രൂപ കഷ്ടപ്പെട്ടുണ്ടാക്കി പടം കാണുന്ന ഒരു മനുഷ്യനെ എങ്ങനെ ഫീൽ ചെയ്യും, അതേപോലെ ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ് പറയുന്നത്. ഒരുത്തനെ പേടിയില്ല, സത്യം മാത്രം പറയാം. ഓക്കെ, ഇത് നോ ഫിൽട്ടർ മലയാളിയാണ്. ഫിൽട്ടർ ഇല്ല, ഫിയർ ഇല്ല, ഒപ്പീനിയൻ മാത്രമാണ് ഗൈസ്. ഓക്കെ, അപ്പം ബബ്ബ FDFS കണ്ടതിന് ശേഷം എന്റെ ഓൺസ് ഒപ്പീനിയൻ ആണ് പറയുന്നത്. ഇതിന്റെ റിവ്യൂ ചെയ്യുവാണെങ്കിൽ സ്പോയിലർ പറയുന്നില്ല. ദിലീപിന്റെ പെർഫോമൻസ്, കോമഡി വർക്ക് ചെയ്തോ ഇല്ലയോ, അതുപോലെ ലാഗ് മൂമെന്റ്, അതുപോലെ തിയേറ്റർ റെസ്പോൺസ്, പിന്നെ ഫൈനൽ ഒരു എന്റെ ഒപ്പീനിയൻ ആണ് ഗൈസ് പറയാൻ പോകുന്നത്. മനസ്സിലായി. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ പടം ഒരു ക്രിസ്മസ് തൂക്കിയോന്ന് വെച്ചാൽ തൂക്കിയെന്ന് വേണമെങ്കിൽ പറയാം ഗൈസ്. ഒരു പക്ക ഫാൻ ബോയ് മൊമെന്റ് എന്നൊക്കെ പറയാം. നമുക്കൊരു ദിലീപ് അല്ലെങ്കിൽ ലാലേട്ടന്റെ ഫാൻസിന് അമ്മാതിരി ഇഷ്ടപ്പെടുന്ന ഒരു മൂവി എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ അകത്ത് പടം തുടങ്ങുമ്പോൾ തന്നെ ഇത് കാണിക്കുന്നുണ്ട്, നോ ലോജിക് ഓൺലി മാഡ്നസ്. മനസ്സിലായോ? അപ്പൊ ലോജിക്ക് നോക്കി ഇങ്ങനെ ചാടി അങ്ങനെ ചാടി കമന്ന് ചാടി 500 ചത്തില്ല അങ്ങനെ ഒന്നും നോക്കിയിട്ട് കാര്യം. നമ്മളെ ഒരു പക്ക കൊടുക്കുന്ന കാശിന് തിയേറ്റർ എക്സ്പീരിയൻസ്. തിയേറ്ററിൽ പോയിട്ട് മറ്റേ ചരിത്രം കേൾക്കാനല്ല പോകുന്നത്. നമുക്കൊരു പക്ക തിയേറ്ററിൽ ആ ശബ്ദവും ആ സ്ക്രീനിൻ്റെ ഇതും മറ്റേത് എക്സ്പീരിയൻസ്, തേങ്ങ മാങ്ങ കുലുക്കോ എട്ടോ ഇടുകയൊക്കെ വേണ്ടേ. അപ്പൊ അതിനുവേണ്ടി അങ്ങനെയാണ് പടം പോയേക്കുന്നത്. മനസ്സിലാവും. ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ആ സീനും കാര്യങ്ങളും ഒന്നും പറയാൻ പറ്റില്ല, എല്ലാം സ്പോയിലർ ആക്കും. ദിലീപ് എന്ന് പറഞ്ഞാൽ കഴിച്ച് നമ്മുടെ ഒരു ദിലീപിനെ എങ്ങനെ നമ്മൾ പണ്ടത്തെ പടത്ത് എൻ്റെ കൊച്ചിയിലൊക്കെ കാണുന്ന പോലെ റൺവേ, അതുപോലെ CD മൂസ, അതുപോലെ കൊച്ചി രാജാവ്, അങ്ങനെ ഒരുപാട് പടങ്ങളില്ലേ, അതേപോലെ ഒരു പഴയ ഒരു ദിലീപിനെ കാണാൻ സാധിച്ചു. സത്യം പറയാലോ, നമ്മുടെ ചുറ്റും ഇപ്പം ദിലീപിന്റെ കുറെ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. ഫെമിനിസ്റ്റ് ചേച്ചിമാര് ബസ്സി സിനിമ ഓഫാക്കുന്നു, വീട്ടിൽ TV ഓഫാക്കുന്നു, അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ തിയേറ്ററിൽ പോയി ഓഫാക്കാൻ ഒക്കത്തില്ലല്ലോ. തിയേറ്ററിൽ എല്ലാവരും വിചാരിച്ച് ദിലീപിനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ പടം മൂഞ്ചും തേങ്ങയും വാങ്ങിയാന്ന് ഒരുപാട് ഹെറ്റ് ക്യാമ്പേ നടക്കുന്നുണ്ട്. പക്ഷെ തിയേറ്ററിൽ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, തിയേറ്റർ ഫുള്ളാണ് ഗൈസ്. ഞാൻ പറയാലോ, ഞങ്ങളുടെ നാട്ടിൽ തിയേറ്ററിൽ 3ാമത്തെ ഷോ ആണ് രാവിലത്തെ. ആ ഷോ വരെ ഇപ്പം ഒരു ബുക്ക് മൈ നോക്കുമ്പോൾ സീറ്റ് ഇല്ല, ഫ്രണ്ട് 2 അറ്റത്തുണ്ടോ ഉള്ളു ഗൈസ്. അമ്മാതിരി രീതിയാണ് ഫസ്റ്റ് ഡേ. അതും റിവ്യൂസ് ഒക്കെ വരുന്നതിൽ മുന്നേ പടം ഓടുന്ന ഗൈസ്. മനസ്സിലാവും. പടം എന്ന് പറയുന്ന ഒരു 1.5 പടമാണ് ഗൈസ്. അതുപോലെ തന്നെ ഇതിന്റെ 2 ദിവസം മുമ്പ് ഇറങ്ങിയ പാട്ടുണ്ട്. പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഈ സൈഡിൽ ഞാൻ തന്നെ അത് ലീഗുമായിട്ട് നമുക്ക് മാച്ചായിട്ടൊക്കെ പോകുന്നുണ്ട്. പക്ഷെ പടം കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് അതൊരു ബോറായിട്ട് തോന്നുന്നില്ല. അത് ആ രീതിയിലാണ് പോയിരിക്കുന്നത്. ആ പാട്ട് ആദ്യം എനിക്ക് ബോറാണ്, പക്ഷെ പടത്തിൽ ആ പാട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. ഒരു ബോറോ അല്ലെങ്കിൽ ലിയോന്റെ കോപ്പി അല്ലെങ്കിൽ വിജയന്റെ കോപ്പി നമുക്ക് പറയാൻ പറ്റില്ല. അത് പടം നമ്മളെ എന്തുകൊണ്ടാ അങ്ങനെ നമ്മൾ പറഞ്ഞു തരും. മനസ്സിലാവും. അതുപോലെ ഇതിലെ ഈച്ച് ക്യാരക്ടേഴ്സ്, നമ്മുടെ ദിലീപ്, വിനീത് ശ്രീനിവാസൻ, ഡാൻ ശ്രീനിവാസൻ, ബാലു വർഗീസ്, ബൈജു ചേട്ടൻ, അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ കോമഡിയിലെ നോബി ചേട്ടൻ, അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിലെ എല്ലാവരും ഒരേ പൊളി കിടിലോസ്കി പെർഫോമൻസ്. അതുപോലെ ഇവരുടെ കൊച്ചിലത്തെ കുറെ കുട്ടികളുണ്ട് കഴിച്ച്, അവരുടെയൊക്കെ അഭിനയമൊക്കെ കാണാൻ കഴിച്ച് എന്നാ പൊപ്പൊളിയാന്നറിയാം. അതുപോലെ പണ്ടത്തെ നമ്മുടെ അശോക ചേട്ടൻ, അതുപോലെ ബൈജു ചേട്ടൻ, അത് ഒരുപാട് പല നായികന്മാരും ഉണ്ട് കഴിച്ച്. എന്ന് വെച്ചാൽ ഒരു കിടിലോസ്കി പടം. നിങ്ങൾ കൊടുക്കുന്ന കാശിന് 100% നീതി പുലർത്തുന്ന ഒരു പടം എന്നെങ്കിൽ പറയും. ഞാനൊരു ലാലേട്ടനോ അല്ലെങ്കിൽ ഇന്നാറ ഫാനല്ല. നമ്മൾ കൊടുക്കുന്ന കാശ് നല്ലൊരു പടം കാണാൻ പറ്റണം. എനിക്ക് അത്രയേ ഉള്ളൂ കാശ് പറയാണല്ലോ. ഞാൻ ഇപ്പോഴും പറയുന്നത്, നിങ്ങൾ കൊടുക്കുന്ന കാശ് പൊളിക്കും. അതിൽ ഇന്റർവെല്ലൊക്കെ ആകുമ്പോൾ ഓരോ സീനൊക്കെ ഉണ്ട് മച്ചന്മാരെ, അതൊക്കെ നമ്മളിങ്ങനെ രോമാഞ്ചിഫിക്കേഷൻ ഒക്കെ വരുന്നില്ല. നമ്മൾ മറ്റേ തമിഴ് നമ്മുടെ ലോക്കിച്ചേട്ടന്റെ പടങ്ങളൊക്കെ കാണുന്ന അതേപോലൊക്കെ എഴുതി നമുക്ക് ഇന്റർവെൽ സമയത്തൊക്കെ ഒരു പഞ്ച്, അതിലെ പഴയ പാട്ടുകളുടെ മിക്സിങ്, അതുപോലെ തന്നെ നമ്മുടെ അത് ഞാൻ കട്ടാക്കി കളയാം. സോറി, ഇപ്പം പറഞ്ഞ പേര് ഞാൻ ബീപ്പ് അടിച്ച് കളയാം, കാരണം അത് സസ്പെൻസ്. അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് കഴിച്ച്. നമുക്ക് പടം എന്ന് പറയുകയാണെങ്കിൽ ഒരു 1.5 പടം കഴിച്ച്. അത് ക്രിസ്മസ് ആയിട്ട് അതിൻ്റെ ആ തീം, പിന്നെ ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ, രാഷ്ട്രീയക്കാർ കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന സത്യം ഈ തെണ്ടികളൊക്കെ കാരണം ബ്ലോക്ക്, അവൻ്റെ അമ്മയുടെ മറ്റേ പരേഡ് കാരണം റോഡ് ബ്ലോക്ക് ആക്കുന്ന നാട്ടുകാരെ ശല്യം ചെയ്ത് നമ്മളെ പോലെ സാധാരണക്കാർക്ക് പറയാൻ പറ്റുന്ന ഓരോ കാര്യങ്ങൾ ഈ അതേ കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ രാഷ്ട്രീയക്കാരുടെ ഉണ്ട്. പിന്നെ ഇന്നത്തെ കാലം ഇപ്പോൾ ദിലീപിനിപ്പം ഓൺഗോയിങ് ഇപ്പം നടക്കുന്ന സംഭവം വെച്ച് തന്നെയാണ് അതിലെ ഓരോ ഡയലോഗുകൾ നമുക്ക് മനസ്സിലാവും. അതിനകത്ത് നമ്മുടെ ഡാൻ ശ്രീനിവാസന്റെ ഒക്കെ ഓരോ ഡയലോഗുണ്ട്, വിനീത് ശ്രീനിവാസന്റെ, അതൊക്കെ നമുക്ക് പക്ക ഇപ്പം കണക്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായി. അതിന്റെ കാര്യങ്ങൾ വെച്ചാൽ നമ്മുടെ റിയൽ ലൈഫായിട്ട് ഇപ്പം സോഷ്യൽ മീഡിയസൊക്കെ നടക്കുന്ന ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതേ രീതിയാണ് പടം നോക്കുകയാണെങ്കിൽ ഇപ്പം നടക്കുന്ന സംഭവങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം. ദിലീപിനെ മീഡിയക്കാരെല്ലാം കൂടി ഇട്ട് അങ്ങ് ദ്രോഹിക്കുന്നത്, ഈ മറ്റേ പീഡന കേസിന്റെ കാര്യം പറഞ്ഞാൽ അവന്മാരിട്ട് വധിക്കുന്ന നാട്ടുകാർ, ഇത് മീൻസ് നമുക്കത് മനസ്സിലാവും. പക്ക നമുക്ക് എല്ലായിട്ട് കണക്ട് ചെയ്യും. ഞാൻ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. പക്ക എനിക്കിനി ഒന്നുകൂടി കാണാൻ പറ്റുമെങ്കിൽ ഒന്നുകൂടി കാണണം. അതുപോലെ ലാലേട്ടൻ വരുന്ന സീനൊക്കെ ഉണ്ട്. എൻ്റെ അമ്മോ, ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞ ഗൈസ്
പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു 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 ലാലേട്ടൻ മോഹൻലാൽ, പിന്നെ നിങ്ങളൊരു വിജയ് ഫാൻ ബോയ് ആണെങ്കിൽ നിങ്ങൾക്കും കാണാം. വിജയ് ഇല്ല, സിനിമയിൽ വിജയ് ഇല്ല, പക്ഷെ സിനിമ കാണുമ്പോൾ വിജയ് നമ്മുടെ കൂടെയുള്ള ഒരു ഫീൽ കിട്ടൊക്കെ. സത്യം പറയാനും അമ്മാതിരി പടമാണ്, മസ്റ്റ് വാച്ചാണ്. ഇപ്പം തന്നെ ബുക്ക് ചെയ്ത് തിയേറ്ററിൽ പോക്കോ. കണ്ട കുണ്ണകൾ കഥയും സ്പോയിലറൊക്കെ ആക്കുന്നതിനെക്കാട്ടിൽ മുന്നേ എല്ലാവരും വിട്ടോ, പോയി കണ്ടോ. ഞാൻ ഒന്നും വേറൊന്നും പറഞ്ഞിട്ടില്ലെന്ന് തന്നെ വിശ്വസിക്കുന്നു. ലാഗ് ഉണ്ടോയെന്ന് വെച്ചാൽ എല്ലാ പടത്തിലും എപ്പോഴും എൻഗേജ് ആയിട്ട് ഇരുത്താൻ പറ്റത്തില്ല. അതിൻ്റെ അകത്ത് എനിക്ക് ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് പിന്നെ അതിൻ്റെ സ്റ്റോറിയൊക്കെ പോകുന്ന കുറേ സീനൊക്കെ ഉണ്ട്. അത് നമുക്ക് ഓക്കെ. വലിയ ലാഗെന്ന് ചോദിച്ചാൽ ഓക്കെ. പിന്നെ ചിരിക്കാൻ കുറേ സാധനങ്ങളുണ്ട്. ഒരു കിടിലോസ്കി പടമാണ്. ക്രിസ്മസ് തൂക്കി എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ പ്രൊഡ്യൂസർ വരെ അഭിനയിച്ച പടം എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ പടത്തിലും ജസ്റ്റ് ഇങ്ങനെ പോയി, പക്ഷേ ഇതിൻ്റെ അകത്ത് പ്രൊഡ്യൂസർ വരെ സിനിമയെ നായകൻ്റെ കൂടെ ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എല്ലാവരും അഭിനയിച്ച്, ഈ പറഞ്ഞത് നമ്മൾ അഭിനയിച്ചൊരു നമ്മുടെ ക്രിസ്മസ്, നമ്മുടെ ദിലീപ് തൂക്കിയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം എല്ലാവരും നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിൽ പോവുകയാണെങ്കിൽ നല്ലൊരു തിയേറ്ററിൽ പോവുക. അതുപോലെ തന്നെ ഒരു ചത്ത ഓഡിയൻസിനില്ലാത്ത ഏതെങ്കിലും നല്ല പവർഫുൾ ഓഡിയൻസ് വൈബ്, ചിരിക്കാനും കൈയടിക്കാനും കൂവാനും അങ്ങനെയൊക്കെയുള്ള ഒരു ഫാൻസ് കാണുന്ന ഷോ പോലെ കാണാൻ പറ്റുന്ന നല്ലൊരു തിയേറ്ററും നല്ലൊരു ഓഡിയൻസൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി പടം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരും പൊളിക്കുക. അപ്പം പോയി കാണുക ഗൈസ്. അപ്പം എൻ്റെ ഫസ്റ്റ് റിവ്യൂ ഇതാണ്. അതുപോലെ തന്നെ റിവ്യൂസും, അതുപോലെ നാട്ടിലെ കോൺട്രവേഴ്സി, എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട്, ഒരു സാധാരണക്കാരൻ എങ്ങനെ സംസാരിക്കും, അങ്ങനെ പറയാൻ വേണ്ടി ഉണ്ടാക്കിയ ചാനലാണ്, അല്ലാണ്ട് വേറെ ഒന്നിനും വേണ്ടിയല്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോളോ ചെയ്യുക. ഇനി ഓരോ വീഡിയോസും അതുപോലെ FDFS ഓരോ പടങ്ങളുടെ ഓണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ഇവിടെ ഒന്ന് ഞാൻ പറയാം എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് വീഡിയോ ആണ്, മിസ്റ്റേക്കുകളൊക്കെ കാണും. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടാതിരിക്കും ഒന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. അപ്പം മറ്റുള്ളവരെ പറയാൻ വലിയ ഫേമസ് റിവ്യൂവർ ഒന്നല്ല. എനിക്ക് പറയാനുള്ള നോർമൽ രീതി, ആരെങ്കിലും എന്നോട് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ പറയും. അങ്ങനെ ഒരു ഇതാണ്. അപ്പം സാധാരണക്കാരൻ്റെ കാശ് പോണ്ട. അപ്പം നിങ്ങൾക്ക് ഈ റിവ്യൂ കേട്ട് നിങ്ങൾക്ക് പടത്തിന് പോകാൻ ഞാൻ 100% ഗ്യാരണ്ടി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പം